നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഈ ന്യൂജൻ സിനിമാക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? കൊച്ചു കേരളം ഒന്നും പറയരുത് എന്നാണ് വേറെ വലിയ ഭാഗം പറയുന്നത്. ഇനി കൊച്ചാക്കി നമ്മൾ കൊച്ചാക്കി പോകുന്നതാണ്. നമ്മുടെ ഉളുക്ക് മന്ത്രി അങ്ങനെ തന്നെയാണ് അവർ ഇനി അറിയപ്പെടേണ്ടത്. കാരണം അത്രയ്ക്ക് വലിയൊരു പാതകമാണ് അവർ ഒരു 4-5 കേരളീയ സമൂഹത്തോട് ചെയ്തത്, കേരള സമൂഹത്തോട് ചെയ്തത്. കാരണം ഇത്രയും വലിയ ഒരു ജനവഞ്ചന, അത് പിന്നെ തന്നെ ക്രൂരമായി ഒരു സംഘം കുട്ടികൾ ചേർന്ന് KSUക്കാർ പിള്ളേർ ചേർന്ന് ആക്രമിച്ചു, കഴുത്ത് പിടിച്ച് തിരിച്ചു. അതിന്റെ വധശ്രമത്തിന് കേസെടുത്ത് ആ കുട്ടികളെ ആയുധം കൊണ്ട് ആക്രമിക്കാൻ പറയുന്നു. ഇത്രയും വലിയ ഒരു കള്ളത്തരം, ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത്, കള്ളത്തരം ഈ മലയാളി സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിച്ച ഒരു ആരോഗ്യമന്ത്രി ഇന്നിപ്പോൾ പോലീസിന് 2 ദിവസം നൽകിയ മൊഴിയിൽ പറയുന്നത് ഉന്തും തള്ളും ഉണ്ടായതേ ഉള്ളൂ എന്നാണ്. ആക്രമണം ഉണ്ടായിട്ടില്ല. ഉന്തും തള്ളു ഇടയിൽ പെടലിക്ക് ചെറുതായിട്ട് പരിക്ക് പറ്റി എന്നാണ് പറഞ്ഞത്. ആരാ ഉന്തും തള്ളും? അതാണ് ചോദ്യം. മന്ത്രിമാരും ഉന്തും തള്ളാൻ വരെ നമ്മളാരും കണ്ടിട്ടില്ല. മന്ത്രിയെ ഉന്തിയും തള്ളുകയും ചെയ്യുന്ന ഒരു വനിതാ SI ആണ്, അത് നമ്മൾ കണ്ടു. കാരണം ഈ മന്ത്രി ആ പാവം പിടിച്ച കൊച്ചു പിള്ളേർ 4 കരിങ്കൊടിയും കൊണ്ട് വന്ന് 2 സിന്ദാബാദ് വിളിച്ചപ്പോഴത്തേക്ക് അവരെ തല്ലാൻ പോയ ആളാണ് മന്ത്രി. 10-50 പോലീസോടെ നിരന്നിരിക്കുന്നുണ്ട് ഈ കുട്ടികളെ മുന്നിൽ. അവരെ മുന്നേ വെല്ലുവിളിക്കും, തൊഴിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാന്ന് വിളിക്കുന്നത്. എന്നിട്ട് നമുക്കറിയാം ഈ മന്ത്രിയെ തള്ളി മാറ്റുകയാണ് ഈ വനിതാ SI. മാറ്റിക്കൊണ്ട് ആ വനിതാ SI, മന്ത്രിയൊക്കെ ആരോഗ്യമുള്ള ഒരു വനിതാ SI ആണ്, അവരെ തള്ളി മാറ്റിയിട്ടാണ് അവരെ പിള്ളേരെ തല്ലാൻ ചെല്ലുന്നത്. എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വ്യാജ നറേറ്റീവിനെ അതിസമർത്ഥമായിട്ട് സമൂഹത്തിലേക്ക് പ്ലാന്റ് ചെയ്യുകയും അത് യാഥാർത്ഥ്യമാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യാൻ ശ്രമിച്ചതാണ് CPM കാണിച്ച ഏറ്റവും വലിയ ജനവഞ്ചന എന്ന് പറയുന്നത്. അല്ല, ഈ ഒരു പ്രശ്നമില്ലാതെ വളരെ കൂളായിരുന്ന മന്ത്രി പെട്ടെന്നാണ് കഴുത്തിന്, നമ്മുടെ സ്പീക്കർമാർ ചർച്ച നടത്തുന്നു, പെട്ടെന്ന് തന്നെ ആരൊക്കെ വിളിക്കുന്നു. അത് കഴിയുമ്പോൾ മന്ത്രി കഠിനമായ വേദന കാരണം പിന്നെ ബുദ്ധിമുട്ടുണ്ട്. ഈ ആടിനെ പട്ടിയാക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ആടിനെ പട്ടിയാക്കുന്നു, പട്ടിയെ പേപ്പട്ടിയാക്കുന്നു, പിന്നീട് തല്ലിക്കൊല്ലുന്നു എന്ന് പറയുന്ന പോലെ ഇത് ഇത്രയും ക്യാമറകൾ, ഏതാണ്ട് 10-25ഓളം ചാനൽ ക്യാമറകൾ, 52 CCTV ക്യാമറകളുണ്ടായിരുന്നു. 52 CCTV ക്യാമറ, അതിൽ എല്ലാം വേണ്ട കുറെ ക്യാമറകൾ. അതിനൊപ്പം തന്നെ KSUക്കാർ പിള്ളേരെടുത്ത വീഡിയോകൾ, പോലീസ് എടുത്ത വീഡിയോകൾ, സംഭവ സ്ഥലത്ത് പോലീസ് എടുത്ത വീഡിയോകൾ, ഇതിലെല്ലാം വ്യക്തമായിട്ട് കാണാം എന്താണ് അവിടെ സംഭവിച്ചത് എന്ന്. 4-5 ചെറിയ പിള്ളേർ KSUക്കാർ അവിടെ നിന്ന് ബഹളം വയ്ക്കുന്നു, മന്ത്രി ഇപ്പുറത്തുനിന്ന് വരെ വെല്ലുവിളി. അതെ, അപ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇത്രയും ദൃശ്യ മാധ്യമങ്ങളുടെ ചാനലിലും CCTV ക്യാമറകളിലും കൈവശമുള്ള പേഴ്സണൽ ക്യാമറകളിലും ഒക്കെ പതിഞ്ഞ ഒരു ദൃശ്യത്തെ വളരെ ഭംഗിയായിട്ട് എഴുതിയും പറഞ്ഞും സമൂഹത്തിന് മുന്നിലേക്ക് എഴുതി ഒരു വ്യാജ നറേറ്റീവ് ഇറക്കി വിടുകയാണ്. KSUക്കാർ കുട്ടികൾ മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു. MV ജയരാജൻ പറഞ്ഞ കൈ പിടിച്ച് തിരിച്ചു എന്നാണ് MV ഗോവിന്ദൻ. അതായത് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആധികാരികമായിട്ട് പറയുകയാണ്, പോലീസ് നിങ്ങളുടെ കയ്യിൽ, ഇന്റലിജൻസ് സംവിധാനം നിങ്ങളുടെ കയ്യിൽ, അതെല്ലാം അങ്ങ് പോട്ടെ, 100 കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ട് നിൽക്കുന്നു, കോടിക്കണക്കിന് ആൾക്കാർ ലോകമെമ്പാടും തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി, അതിനെ അത് അങ്ങനെ അല്ല എന്ന് മുഖത്ത് നോക്കി യാതൊരു ഉളുപ്പുമില്ലാതെ, യാതൊരു ചളുപ്പുമില്ലാതെ, ആ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ എല്ലാ കാപട്യങ്ങളും വെച്ചുകൊണ്ട് ഒരു വളിച്ച ചിരിയെന്നൊന്നും അതിനെ പറയാം, ഒരു ഇളിച്ചുകൊണ്ട്. ഇതിൽ MV ഗോവിന്ദനിൽ വേറെ പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്, ഇതൊരു ഗറില്ല വാർഫെയർ ആണെന്ന് പറയുന്നത്. അതെ, ഗറില്ല തന്ത്രമാണ് ഇതിന്റെ പ്രവർത്തിച്ചത്. അയാൾ പറഞ്ഞതെന്താണ്, മന്ത്രിയുടെ കൈ പിടിച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഓടിച്ചു, പെടലി പിടിച്ച് തിരിച്ച് ഓടിച്ചു. പ്രത്യേകിച്ച് സ്ത്രീ കൂടി ആവുമ്പോൾ ആളുടെ സഹതാപം കൂടുമല്ലോ സ്വാഭാവികമായി. പോലീസ് ഇട്ട റിമാൻഡ് റിപ്പോർട്ടും പോലീസ് ഇട്ട FIRഉം ഒക്കെ ഈ കുട്ടികൾ മൂർച്ചയേറിയ ആയുധം കൊണ്ട് മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്നാണ് കണ്ടുകൊണ്ട് നിൽക്കുന്ന പോലീസുകാരാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടുകൊണ്ട് നിൽക്കുന്ന പോലീസും ക്യാമറകളും ആവർത്തിച്ച് ദൃശ്യങ്ങൾ ഇങ്ങനെ നമ്മുടെ കൺമുന്നിലൂടെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്ര വലിയൊരു കള്ളം. എന്നാലും പോലീസ് സംവിധാനത്തോടൊക്കെ നമുക്ക് ലജ്ജ തോന്നുന്നു. ഇവിടെ ഒരു മുറിവ്, അത് ഇവർ കുത്തിയതാണെന്നൊക്കെയാണ് പറഞ്ഞത്. അത് പൊളിഞ്ഞു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തലേന്ന് മന്ത്രി പങ്കെടുത്ത പരിപാടി അല്ല, ഈ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് മന്ത്രിയുടെ കയ്യിൽ ഇതുണ്ട്. ഇതൊക്കെ വരട്ടിയോറി വന്ന പാടൊക്കെ എടുത്തിട്ട് ആക്രമിച്ച് വധിക്കാൻ ശ്രമിച്ചതാണെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാണ്? വല്ലവന് പുല്ലു ആയുധം എന്ന് പറയില്ലേ, കൈ കിട്ടി എന്തും എടുത്ത് ആയുധമാക്കുക, അതാണ് പരിപാടി. അല്ല, അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പില് ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങാൻ പോകുന്ന ഒരാളായിരിക്കും ഈ ആരോഗ്യമന്ത്രി. ഇത് ഇലക്ഷൻ കഴിയുന്നിടം വരെ ഇവർ മൊഴി കൊടുക്കാൻ പോയില്ല. അല്ല, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു മന്ത്രി ഈ പ്രശ്നം നടന്ന് 2 മാസമായിട്ടും മൊഴി കൊടുക്കാൻ പോയിട്ടില്ല. മൊഴി കൊടുക്കാൻ പോയാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? മൊഴി കൊടുക്കാൻ പോയാൽ ഇവർ പറയുന്ന കള്ളമൊഴി പോലീസ് എഴുതത്തില്ല.
കാരണം പോലീസിന് അത് എഴുതാൻ കഴിയില്ല. അവരുടെ മുന്നിൽ CCTV ദൃശ്യങ്ങളുണ്ട്. പിന്നെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം ഒരു മൊഴി കൊടുത്താൽ പോലും ഈ ഇലക്ഷന് മുമ്പാണെങ്കിൽ അത് പാർട്ടിയെ ബാധിക്കും, CPM-നെ കേരളം ഒട്ടാകെ ബാധിക്കും. അതുകൊണ്ട് അവരോട് മൊഴിയെടുത്തില്ല. മൊഴി പോലും എടുക്കാതെയാണ് പോലീസ് കേസെടുത്തത്. ഇത്രയും വലിയൊരു സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. മൊഴി പോലും, അതായത് ആക്രമിക്കപ്പെട്ടയാൾ, അതായത് വിക്ടിം, ആ വിക്ടിമിന്റെ മൊഴി ഇല്ലാതാണ് ഈ കുട്ടികൾക്കെതിരെ ഇത്രയും വലിയ വകുപ്പുകൾ ചുമത്തി, ഒരു വകുപ്പുകൾ ചുമത്തി നേരെ കൊണ്ടുപോയി അവരെ റിമാൻഡ് ചെയ്ത്. ഇനി ഒന്ന് ആലോചിച്ച്, ആ ഒരു കേസിൽ നിന്ന് ആ കുട്ടികൾ ഊരണമെങ്കിൽ ഈ കേസ് അവിടെ കിടക്കും. അല്ല, മാത്രമല്ല ഈ കേസ് കുട്ടികളിൽ ഒരാളിന്റെ പേരിൽ ഇപ്പൊ പീഡന കേസ് കൊണ്ടുവരുന്നുണ്ട്. അതെ, കുറെ നാൾ മുമ്പെങ്ങാണ്ട്. അല്ല, അതെന്തിനാണെന്ന് മനസ്സിലായില്ലേ? അതിപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പീഡന കേസിന്റെ ശരിയോ തെറ്റോ നിർണ്ണയിക്കാൻ നമുക്കറിയില്ല. പിന്നെ CPM-ന്റെ മുൻകാല പാരമ്പര്യം അനുസരിച്ചും ഇവർ ഈ പണിക്ക് ശ്രമിക്കും എന്നുള്ളത് 100% സത്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ തിരിച്ചടിക്കും എന്ന് കണ്ടപ്പോഴായിരിക്കാം ഒരുപക്ഷെ ഒരു പെണ്ണ് കേസ് അവന് ചാർത്തി കൊടുത്തത് ആ സമയത്തായിരിക്കാം. അത് നമുക്ക് CPM മന്ത്രിയെ ആക്രമിച്ച കേസിന്റെ പ്രതി ആയതുകൊണ്ട് മാത്രം നമ്മൾ അതിനെ കണ്ണുമടച്ച് നമ്മളത് വിശ്വസിക്കുന്നില്ല. കാരണം കുടുക്കിയതാകാനുള്ള സാധ്യത നമുക്ക് പിണറായി വിമാനത്തിൽ പ്രതിഷേധിച്ചവർക്ക് പേരിലൊക്കെ തന്നെ ഇതുപോലെ പല കേസും. അല്ല, ഈ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ നടന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എന്താണ് നടന്നത്? മന്ത്രി അവിടെ വരുന്നു. മന്ത്രി വരുമ്പോൾ മന്ത്രി അന്ന് പങ്കെടുത്ത പല ചടങ്ങുകളിലും കേസിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നാട്ടിലേക്ക് മടങ്ങാൻ വരെ എത്തുന്നു. അവിടെ അവർ പ്രതിഷേധിക്കുന്നു. 4-5 കുട്ടികൾ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. കയ്യിൽ ഒരു കൊടി കെട്ട ഒരു വടി പോലും ഇല്ല, കരിങ്കൊടി കാണിക്കുന്നു. അവിടെ മുഴുവൻ പോലീസ്, എനിക്കൊന്ന് 10-50 പോലീസുകാരെങ്കിലും കാണുമായിരിക്കും. ഈസിയായിട്ട് ഇവരെ തടഞ്ഞു. മന്ത്രി അതിന്റെ മന്ത്രി വെല്ലുവിളിക്കുന്നു. തുടങ്ങി അവിടെ വാദം പറഞ്ഞ് മന്ത്രി വെല്ലുവിളി കുറെ ബഹളം വയ്ക്കുന്നു. അത് കഴിഞ്ഞ് മന്ത്രി അങ്ങ് പോകും, കൂളായിട്ട് നടന്നു പോകുന്നു. ഈ നിന്ന പ്ലാറ്റ്ഫോം, ഒന്നാമത്തെ പ്ലാറ്റ്ഫോമാണ്, രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അവർ പോകുന്നു. അവിടെ ചെന്ന നിമിഷങ്ങൾക്ക് അവർക്ക് ഫോൺ വരുന്നു, സ്പീക്കർ വരുന്നു. പിന്നെ പെട്ടെന്ന് അവർ കഠിനമായ വേദന കാരണം പിന്നെയാണ് അഭിനയം തുടങ്ങുന്നത്. അവിടെയാണ് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. പിന്നെയാണ് മന്ത്രി കൊച്ചമ്മയുടെ ആ അഭിനയം തുടങ്ങുന്നതാണ് അന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ട. അതിനുശേഷം എവിടെ കൊണ്ടുപോകുന്നു? ഒരു ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഒരു പാരാസെറ്റാമോൾ തീരാവുന്ന കേസായിരിക്കാം ഉണ്ടായിരുന്നത്. പിന്നെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടെ നിന്ന് നേരെ കൊണ്ടുവന്നു ICU-വിൽ കൊണ്ടുപോകും. പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. പരിയാരം മെഡിക്കൽ കോളേജ് ICU-വിൽ പെടലിക്ക് പിന്നെ മുഖ്യമന്ത്രി നേരിട്ട് വരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു പറയുന്നു. മൊത്തം ഉത്കണ്ഠ ഗുരുതരമായ ആക്രമണത്തിന് വിധേയരാളെ കാണാൻ വരുന്നത് പോലെ മിനിസ്റ്റർ CMA എന്നെ ആക്രമിച്ചു എന്നാണ്. അതെ, പറഞ്ഞിട്ടാണ് ഈ കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് കിടക്കുന്നു. പെടലിക്ക് ക്ലിപ്പൊക്കെ ഇട്ട് കിടക്കുകയാണ്. നമ്മുടെ ശ്രീമതി ടീച്ചറെല്ലാം കാണാൻ വരുന്നുണ്ട്. എല്ലാവരും പഴയ ബോംബ് സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ്. അതെ, ആ ബോംബ് സ്ഫോടനം, ഇല്ലാത്ത ബോംബ് സ്ഫോടനം. ആ ബോംബ് സ്ഫോടനം കാരണം ഇരുന്നിരുന്ന കസേരയിൽ നിന്ന് പുള്ളിക്കാരി ഒരു മുഴം പൊങ്ങി വീണ്ടും കസേര വന്നിരുന്നു. കെട്ടിടങ്ങൾ വിറകൊണ്ടു എന്നാ പറഞ്ഞു. കാരണം അത്ര ഭംഗിയായിട്ട് കള്ളത്തരം പറഞ്ഞ് വിട്ട ഒരു ടീമാണ്. അപ്പൊ ഇവര് മാക്കെടുത്ത കള്ളത്തരം മാത്രമേ ഉള്ളൂ. MV ഗോവിന്ദൻ ഒരു ഉളുപ്പും ഇല്ലാതല്ലേ പറഞ്ഞു. ഗറില്ല വാർഫെയർ എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് അറിയാമോ ഗറില്ല വാർഫെയർ? അത് കേട്ടാ തോന്നും ഇവർക്ക് വേണ്ടി ഗറില്ല വാർഫെയർ ആരും ജോലി എന്ന് തോന്നുന്നു. എന്നിട്ട് ഒരു അളിഞ്ഞ ചിരിയുണ്ട്. ആ ചിരിക്കകത്ത് ഉണ്ട്. ഇത് തന്നെയാണ് മൊണാലിസയുടെ കാര്യത്തിൽ സംഭവിച്ചത്. എല്ലായിടത്തും അവിടെ ചെന്ന് നിന്ന് ഇങ്ങനെ ഒരു ചിരി, ആ ഒരു ചിരി കൊണ്ട് ഇയാൾ മറ്റുള്ളവരെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ്. ഈ വ്യാജ നറേറ്റീവ് കൊണ്ട് കേരളമെമ്പാടുമുള്ള കേരള ജനതയെ വെറും വിഡ്ഢികളാക്കാൻ ശ്രമിച്ചു. മാത്രമല്ല തെരുതെരെ മെഡിക്കൽ ബുള്ളറ്റിൻ വന്നുകൊണ്ടിരിക്കുകയാണ് മന്ത്രിയുടെ ആരോഗ്യനിലയെ കുറിച്ച്. സാധാരണ വളരെ അതീവ ഗുരുതരാവസ്ഥയിലുള്ള പ്രമുഖരെ കുറിച്ചാണ് ഈ ഹോസ്പിറ്റലിൽ മെഡിക്കൽ ബുള്ളറ്റിൻ നടക്കാറുള്ളത്. ഇത് പടപട വന്നുകൊണ്ടിരിക്കുകയാണ്, പടപട വരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയകളിൽ ഇവന്മാരുടെ രോദനം, അന്തം കമ്മികളുടെ രോദനം എന്താണ്? അതേ ഒരു സംസ്ഥാനത്തെ ഒരു വനിതാ മന്ത്രിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നു. ആരുടെ പോലീസിന് കീഴിൽ? പിണറായിയുടെ പോലീസിന്. അപ്പോൾ പിണറായി പോലീസിനെക്കാട്ടിലും രക്ഷാപ്രവർത്തനം നടത്തുന്ന പിണറായിയുടെ പോലീസ്, ആ പോലീസിനെക്കാട്ടിലും വലുതാണ് ഇവിടുത്തെ 3-4 മെല്ലിച്ച 3-4 കൊച്ചു പിള്ളേർ. അവരെ ഒരു കൈ കൊണ്ട് പിടിച്ച്, കേരള പോലീസിന് ഒരു കൈ കൊണ്ട് തടയാനുള്ള പിള്ളേരേ ഉള്ളൂ. അവരാണ് മന്ത്രിയെ കൈയും പിടിച്ച് തിരിച്ച് അവരെ പെടലി അടിച്ചൊടിച്ച് അവരെ കൊല്ലാൻ ശ്രമിച്ചത്. ഏതായാലും ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമായതുകൊണ്ട് CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതും ചെയ്യുക. അത് മാത്രമല്ല, അന്ന് അതിനുശേഷം ആദ്യം പോലീസുകാരാണ് മൊഴി കൊടുത്തത്. ഇവരുടെ കൂടെ സുരക്ഷാ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന പോലീസുകാർ മൊഴി കൊടുത്തത് മന്ത്രിയെ ആക്രമിച്ചിട്ടില്ലെന്നാണ്. അവിടെ പോലീസുകാർ ഇവർ കരിങ്കൊടി കാണിച്ചതേ ഉള്ളൂ, മന്ത്രിക്ക് പിടിവലിക്കിടയിൽ മന്ത്രി വന്ന് വിട്ടിട്ടില്ല എന്നാണ് അവർ കൊടുത്തത്. ആ മൊഴി അങ്ങനെ കൊടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ.
അല്ല അതല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അവർ പെട്ടില്ലേ? ശരിക്കും അല്ല പരിശോധിച്ചല്ലോ, പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒന്നും കാണുന്നില്ല. CCTV വേണ്ട, ഇത് ലൈവ് അല്ലേ, ഇത് ലൈവായിട്ട് കാണുകയാണ്. എന്നിട്ട് വേറെ അന്ന് ശ്രദ്ധിക്കുന്നത് നമ്മൾ ഓഫീസിൽ ഇരിക്കുന്ന നമ്മൾ ഇത് കണ്ടിങ്ങനെ അന്തം വിടുകയാണ്. മന്ത്രിക്ക് നേരെ വധശ്രമം, കേസുകാർ മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ അടക്കം ഇത് നമ്മുടെ കൺമുന്നിൽ നടക്കുമ്പോൾ ഇവിടെ പിന്നെ സ്ക്രോളിങ് പോവാണ്, മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു. എന്താണ് അവിടെ സംഭവിച്ചത്? മന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. കരിങ്കൊടി കാണിച്ച യുവാക്കളോട് മന്ത്രി അവരെ തല്ലാൻ ചെന്നതിന് ശേഷം അവരുടെ വിടലിക്ക് ഉളുക്ക് പറ്റി എന്ന് പറഞ്ഞ് അവർ തന്നെ പോയി അഡ്മിറ്റ് ആകുന്നു. പിന്നെ അവർ ICUവിൽ ആഘോഷിക്കുന്നു, സെൽഫി എടുക്കുന്നു. ഈ സെൽഫി എടുത്ത് ഇവർ കളിച്ച് ഇരിച്ച് സെൽഫി എടുത്ത് അതിലൊരു സെൽഫി പുറത്ത് വിട്ടെന്ന് പറഞ്ഞ് അവിടുത്തെ നേഴ്സുമാർക്കെതിരെ നടപടിയെടുക്കാൻ വരുന്നു. അതിനുശേഷം രായ്ക്ക് രാമാനും ആരും കാണാതെ ഒരു കാറെ കയറി കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് വെച്ച് പിടിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമാണ് ICU കടന്ന രോഗി ഒരു കാറിൽ ഇത്രയും 100 കിലോമീറ്റർ സഞ്ചരിച്ച് ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ പോലും പാലിക്കാതെയാണ്. ഒരു ICUവിൽ കിടക്കുന്ന ഒരു രോഗിയെ ഡയറക്റ്റ് ഒരിക്കലും ഡിസ്ചാർജ് ചെയ്യില്ല. ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾ എന്താ? എത്ര പിന്നെ സുഖപ്പെട്ടെന്ന് പറഞ്ഞാലും ICUവിൽ നിന്ന് നേരെ ഒരു വാർഡിലേക്കോ ഒരു റൂമിലേക്കോ മാറ്റും. അവിടെ 2 ദിവസം നിരീക്ഷണത്തിൽ വെച്ചിട്ട് എല്ലാം ഓക്കെ ആണെന്ന് കഴിഞ്ഞാൽ ഡിസ്ചാർജ് എഴുതും. ഈ ഡിസ്ചാർജ് എഴുതിയാൽ തന്നെ ഡിസ്ചാർജ് സമ്മറി മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ രാവിലെ ഡിസ്ചാർജ് എഴുതിയാൽ ഒരു ഉച്ച കഴിഞ്ഞ് ഇതിന് പോകാനും പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരു ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ എന്നിരിക്കെ കിടന്ന കിടപ്പിൽ എണീറ്റ് അവർ ഒറ്റ പോക്ക്. പാതിരായിക്ക് കള്ളന്മാരിറങ്ങി പോകുന്ന പോലെ, പോലീസ് കാവലിൽ കിടക്കുന്ന കള്ളന്മാർ പാതിരായിക്ക് ജയിലിൽ ആടുന്നു അല്ലെ, ഇപ്പോൾ പോലീസ് സെല്ലിൽ നിന്ന് ചാടി പോകുന്നു. ഈ പാതിരാത്രി ഈ കള്ളന്മാർ പോകുന്ന പോലെ ഈ മന്ത്രി ഒരു വണ്ടിയും പിടിച്ച് ആ വണ്ടിയെ കയറി ഒരു സ്ഥലം വിടുന്നു. എന്താ പല കാരണങ്ങളുണ്ടായിരുന്നു. കാരണം ഇവർക്ക് അസുഖമില്ല എന്നുള്ളതും ഇവരെ ആരും ആക്രമിച്ചിട്ടില്ല എന്നുള്ളതും ജനം ഏറ്റെടുത്തു. ഇവിടുത്തെ നേരം വെളുക്കാത്ത അന്തം കമ്മികൾ ഹോസ്പിറ്റലിൽ മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ഒരു വ്യാജ നറേറ്റീവ് സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിക്കുമ്പോൾ ഇവിടുത്തെ എല്ലാം അറിയാവുന്ന ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ജനങ്ങൾ ഇത് മനസ്സിലാക്കി. ഇത് മനസ്സിലായി എന്ന് മന്ത്രിക്ക് മനസ്സിലായി, ജനങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് മന്ത്രിക്ക് മനസ്സിലായി. അവർ രായ്ക്ക് രാമാനം പോകുന്നു. ഒരു മാധ്യമപ്രവർത്തകയായിരുന്ന ഒരാളാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തത് എന്നുള്ളത്. ഇതിനെ നമ്മൾ പിന്നെ എന്താ പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞ ചെറ്റത്തരം എന്നാണ് പറയുന്നത് അല്ലേ? അത് ആ വാക്കുകൾ പോലും എനിക്ക് തോന്നുന്നു വളരെ കുറഞ്ഞു പോയി. ഇതിനേക്കാൾ രൂക്ഷമായ വാക്കുകൾ നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ കുട്ടികളെ പോലെ 4-5 കുട്ടികൾ രാഷ്ട്രീയ പ്രവർത്തനം അവരുടെ തൊഴിലൊന്നുമല്ല, അവർ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വരുന്നു. വെറുതെ ആ കുട്ടികളെ 14 ദിവസം നിങ്ങൾ ജയിലിലടച്ചു. ഇവർ പറയാറുള്ള ഞങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഞങ്ങളെ പിടിച്ച് ജയിലിൽ ഇടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന ആളുകളാണ് ഇത് ചെയ്തത് നമ്മൾ ഓർക്കണം. ഇപ്പോൾ ഒന്ന് ആലോചന, വിമാനത്തിനുള്ളിൽ പിണറായി വിജയനെ വധിക്കാൻ ശ്രമിച്ചു ഇല്ലേ? മൈക്രോഫോൺ പിണറായി വിജയനെ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. 1-2 പരിപാടി. അപ്പൊ ആ വധിക്കാൻ ശ്രമിച്ച മൈക്രോഫോണിനെ പിണറായി വിജയൻ ഇങ്ങനെ കഴുത്തിന് പിടിച്ച് ഒടിച്ച് മടക്കി ദൂരെ കളയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംഭവം കണ്ടില്ലേ? അപ്പൊ അതുപോലെ പുള്ളിയുടെ കണ്ണിലേക്ക് അടിച്ച ക്ഷേത്രത്തിലെ വിളക്ക്, ആ വിളക്കിനെ പുള്ളി അണയ്ക്കാൻ ആവശ്യപ്പെട്ടു. വിളക്കൂതി വിജയൻ എന്നുള്ള പേര് വീണു. അങ്ങനെ ഈ നാട്ടിലുള്ള സകലമാന കാര്യങ്ങളും പേടിയോടുകൂടി കാണുന്ന, എന്നാൽ ഇരട്ടച്ചങ്കൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി. ഇത്തരത്തിൽ പെരുമാറുന്ന ആളുകൾ 80% പേരും ഭയങ്കര ഭീരുകളായിരിക്കും. അവർക്ക് ഭയമായിരിക്കും. എല്ലാവരും ഭയമായിരിക്കും അവർക്ക്. അല്ല, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു ആരോഗ്യമന്ത്രി. പക്ഷേ മോണോ ആക്ടിൽ പിന്നെ വീണ പണ്ട് സ്കൂൾ യോജന. പക്ഷെ ആ മോണോ ആക്റ്റും ഈ നാടകാഭിനയവും തമ്മിൽ ഒരുപാട് വ്യത്യാസം. മോണോ ആക്റ്റിൽ ശരിക്കും എപ്പോഴും എന്താ വേണ്ടേ? അതിഭാവുകത്വം വേണം. അപ്പോൾ ആദ്യഘട്ടത്തിൽ അതിഭാവുകത്വമുള്ള മോണോ ആക്റ്റാണ് മന്ത്രി നടത്തിയത്, പെടലിയൊക്കെ കാണിച്ചു. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള ആ എന്താ പറയുന്നത്, ആ സീനുകളിൽ അല്ലെങ്കിൽ ആ രംഗങ്ങളിൽ മന്ത്രിക്ക് അങ്ങനെ അങ്ങോട്ട് അഭിനയിക്കാൻ നീക്കം ചെയ്തു. അപ്പം ഇത് ഇറങ്ങിക്കഴിഞ്ഞ് പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂ മാതൃഭൂമിക്ക് കൊടുത്തത് എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവർ ഇന്റർവ്യൂ കൊടുത്തത് അല്ലേ? ആ രീതിയിൽ തന്നെയാണ് ഇവർ ഇന്റർവ്യൂ കൊടുത്തത്. അതിനുശേഷമാണ് ഇവർക്ക് പേര് വീഴുന്നത് ഉളുക്കുമന്ത്രി. ഉളുക്കുമന്ത്രി എന്നുള്ള പേര് ഇപ്പോൾ ഇവരുടെ മേൽ പതിഞ്ഞു കഴിഞ്ഞു. പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷൻ നടന്ന കൊട്ടിക്കല ചാറമുള മണ്ഡലത്തിൽ അന്നൊരു വലിയ സ്ക്രെയിനെ കൊണ്ടുവന്നിട്ട് ഒരു വലിയ ഫ്ലക്സ് നമ്മൾ കൊടിയേറ്റുമല്ലോ ക്ഷേത്രം, അതുപോലെ പൊക്കിയിട്ട് മേളിൽ ചെല്ലുമ്പോൾ തുറന്നിങ്ങനെ താഴോട്ട് പൂക്കളെല്ലാം ഇത് മേളിൽ കയറ്റിയിട്ടിട്ട് ഇവന്മാരിത് അഴിച്ചുവിട്ടപ്പോൾ ഇതിങ്ങനെ ചുരുൾ നിവർന്ന് താഴെ വരെ വന്ന് മുട്ടുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഈ മന്ത്രി ഇവർ നോക്കുമ്പോൾ ഉളുക്കുമന്ത്രി ഇതൊരു പെടലിക്ക് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു പടവും. അപ്പോൾ അവർ സൈബർ സെല്ലുകാർ അത് പിന്നെ സൈബർ പോരാളികൾ, കോൺഗ്രസിൻ്റെ സൈബർ പോരാളികൾ ശരിക്ക് ആഘോഷിച്ചു. മാത്രവുമല്ല ഈ ഒറ്റ വിഷയം നമ്മൾ മുമ്പ് പരാമർശിച്ചു, ഈ ഒറ്റ വിഷയം കാരണം മന്ത്രി വീണ ജോർജിന് എത്ര വോട്ടുകൾ പോയി കിട്ടിയിട്ടുണ്ട്.
അത് LDF-നെ അത് ദോഷകരമായി ബാധിക്കുമല്ലോ പല മണ്ഡലങ്ങളിലും. ബാധിക്കും. കാരണം ഇത് ആളെ പറ്റിക്കാൻ നോക്കുകയാണ്. നമ്മൾ ജനങ്ങൾ മുഴുവൻ മണ്ടന്മാരാണ് എന്ന് ഇവർ പലപ്പോഴും കരുതാറുണ്ട്. അതുപോലെ അബിൻ വർക്കി തൻ്റെ പ്രചരണത്തിന് ആ കുട്ടികളെ ഇറക്കി അവരെ എല്ലാ സ്ഥലത്തും കൊണ്ടുവന്നു. കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൽ ആ കുട്ടികളുമായിട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ SFIക്കാർ തടഞ്ഞു. എന്തിനാ ഇവർ തടഞ്ഞേ? ഇവര് ഞങ്ങളുടെ മന്ത്രിയെ ആക്രമിച്ച കേസിലെ പ്രതികളാണ്, അപകടകാരികൾ. അപ്പം ഇവന്മാരെ കൊണ്ടുവന്നാൽ എന്ത് പറ്റും? അവർ വന്നുള്ള യാഥാർത്ഥ്യം പറയുമ്പോൾ ഉള്ള വോട്ട് പോകും. ഞാനിത് ഓർക്കുന്നുണ്ട്, പണ്ട് ഇതേ സമാന രീതിയിൽ CPM-കാർ ഒരു പണി കാണിച്ചു. PJ കുര്യൻ മത്സരിച്ച സമയത്ത് സൂര്യനെല്ലി പെൺകുട്ടിയെയും അവരുടെ അച്ഛനെയും അമ്മയും കുടുംബത്തെ എല്ലാം കൊണ്ടിറക്കി പ്രസംഗിപ്പിച്ചു. പൊതുജനം അന്നത്തെ കാലത്തെ പോലെ അന്ന് ഈ ഇരവാദവും ഇരകൾക്കുള്ള നിയമപ്രശ്നങ്ങളും ഇല്ല. ഇവരെ കൊണ്ട് എല്ലാ സ്ഥലത്തും, ഞാനിപ്പോഴും ഓർക്കുന്നു, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇവരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ ഇത് നേരെ ഓപ്പോസിറ്റ്. ഇവിടെ കോൺഗ്രസ്സുകാരെന്ത് ചെയ്തു? ഇവന്മാരെ കൊണ്ടുവന്ന് എല്ലാ സ്ഥലത്തും കയറ്റി പ്രസംഗിപ്പിച്ചു. കാരണം ആ ഒരു സംഭവത്തിന് ഇവർക്ക് മറുപടിയില്ലാതായി. മാത്രമല്ല, അന്ന് പത്രസമ്മേളനത്തിനിടയിൽ അവർ വിട്ടു. എബൻ വർക്കി നടത്തിയ പത്രസമ്മേളനം സ്ഥാനാർത്ഥി പരിചയപ്പെടുക, അങ്ങനെ മുഖാമുഖം പരിപാടിയിൽ ശരിക്കും അവർ കുടുങ്ങി. കാരണം വീണ ജോർജ് എന്ന് പറഞ്ഞാൽ ഒരു കാപട്യം നിറഞ്ഞ സ്ത്രീയാണെന്നും ഇവര് പറയുന്നത് മുഴുവൻ കള്ളത്തരമാണെന്നും കേരള സമൂഹത്തിന് മനസ്സിലായി. അതാണ് സംഭവം. നമ്മുടെ ആരോഗ്യ മേഖലയെ ബന്ധപ്പെട്ടവരോട് പറഞ്ഞത് ഒരുപാട് കള്ളങ്ങളാണല്ലോ ഇതെല്ലാം. അതെ, ഈ കപ്പൽ മുങ്ങയില്ല, ക്യാപ്റ്റൻ ഇവിടെ ഉണ്ട്, ഭയങ്കര സംഭവമാണെന്നൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞില്ലേ നിയമസഭയിൽ. അതുപോലെ നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ, മറ്റേ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ ഇവരാദ്യം ഒരുപാട് കള്ളം പറഞ്ഞു. അദ്ദേഹം കള്ളം പറയുകയാണ് എന്ന് മഹാകുഴപ്പക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അപ്പം അങ്ങനെ ഓരോ സ്ഥലത്തും പിന്നെ ഡോക്ടേഴ്സ് പ്രതികരിക്കാൻ തുടങ്ങി. കാരണം ഇവരെ ആരെയും ഭയക്കാതെ അവരവരുടെ പ്രൊഫഷനോട് നീതി പുലർത്തി, അവരവരുടെ രോഗികളോട് നീതി പുലർത്തി അവർ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് അവരോട് കലിപ്പായി. അവരെ പല രീതിയിൽ കൊടുക്കാനും പല രീതിയിൽ അവരെ ദ്രോഹിക്കാനുമുള്ള ശ്രമം ആരംഭിച്ചു. CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രീതി അറിയില്ലേ? തങ്ങൾക്ക് എതിരെ നിൽക്കുന്ന, തങ്ങൾ നടത്തിയ കള്ളത്തരങ്ങൾ പൊളിച്ചു കാട്ടുന്ന ആരെയും അവർ എന്തും ചെയ്യും. അതെ, ഈ രാഷ്ട്രീയ എതിരാളികളെക്കാൾ അവരെപ്പോഴും ഭയക്കുന്നത് അല്ലെങ്കിൽ ആക്രമിക്കുന്നതും കൂടെ നിന്നിട്ട് പാർട്ടി വിട്ട് പോയവരെയാണ്. ഇപ്പോൾ പൊതുജന അഭിപ്രായം സ്വരൂപിക്കുന്ന ഒരാളാണെങ്കിൽ അവരെ ഇവർ കായികമായി കൈകാര്യം ചെയ്യും. കാരണം തങ്ങളുടെ ഭാഗത്തെ വീഴ്ചകൾ, തങ്ങൾക്ക് പറ്റിയ മണ്ടത്തരങ്ങൾ, ഇതൊന്നും പൊതുജനം അറിയരുതെന്ന് ഇവർക്ക് നിർബന്ധമുണ്ട്. കാരണം ഇത് പൊതുജനത്തെ അറിഞ്ഞാൽ തങ്ങൾ എത്രത്തോളം ഇവിടെ വീഴ്ച സംഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്, തങ്ങൾ എത്രത്തോളം കഴിവ് കെട്ടവരാണെന്ന് പൊതുജനം അറിഞ്ഞാൽ തങ്ങൾക്കുണ്ടാകാവുന്ന അവരൊരു ബുദ്ധികൾ ഇറക്കൂല ആ സമയമാകുമ്പോൾ. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ ഈ സാംസ്കാരിക നായകന്മാരെന്ന് പറഞ്ഞാൽ ആ ബുദ്ധികളെ ഇറക്കും, ഇറങ്ങും. അല്ല, ഞാനെന്ന് ഇപ്പോഴും ഓർക്കുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീണ ജോർജിനെ കൊന്നേന്നും പറഞ്ഞ് നിലവിളിച്ച് നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള ഒരുപാട് സഖാക്കന്മാരുണ്ട്. ഇത് ഇങ്ങനൊരു സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരം കൊണ്ടുവന്ന് ഓരോരുത്തർ പോസ്റ്റ് ചെയ്യും. ഇവരുടെ ഈ വീഡിയോയുടെ ആ ഭാഗം കൊണ്ട് പോസ്റ്റ് ചെയ്താലും സമ്മതിക്കില്ലല്ലോ. ഇപ്പം സൂര്യ ഉദിച്ചത് പടിഞ്ഞാറാണ് എന്ന് പറഞ്ഞാലും അവർ സമ്മതിക്കില്ല. അവരെ സൂര്യ ഉദിച്ച് അവരുടെ പാർട്ടി ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ സൈബർ ക്യാപ്സ്യൂളുകൾ അവർക്ക് അവരുടെ എന്താ പറയുന്നത് ആഭ്യന്തര വിഷയമാണല്ലോ. അവരവിടെ നിന്ന് സൈബർ ക്യാപ്സ്യൂൾ ഉൽപ്പാദിപ്പിച്ച് വിതറി. പക്ഷേ ഇത്തവണ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ എല്ലാം തിരിച്ചടിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ബൂമറാങ്ങായി അവസ്ഥ. മാത്രമല്ല, ആദ്യം മുതലേ തന്നെ ഇവരെ മുഖം രക്ഷിക്കാൻ വേണ്ടി ചെയ്ത ഈ കേസിൽ എല്ലാ കാര്യത്തിലും ഇറങ്ങി പുറപ്പെട്ട് തിരിച്ചടി കിട്ടിയ സന്ദർഭമാണ്. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് കിടന്നതിൻ്റെ പിറ്റേന്ന് തൊട്ട് ഈ കാരണഭൂതനെ അടക്കം ആരെയും കാണാനില്ല. മധ്യത്തിൽ പുറത്തിറങ്ങിയിട്ടില്ലല്ലോ. കാരണഭൂതൻ ഇന്ന് ഓൺലൈൻ മീറ്റിംഗ് ആണെന്ന് തോന്നുന്നു. ഇന്ന് ചൂട് ചർച്ച ചെയ്യാൻ മീറ്റിംഗ് വെച്ചു. എന്ത് കാര്യത്തിന്? ആരായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത്? കാവൽ മന്ത്രിസഭ മാത്രമാണ്. മർമ്മപ്രധാനമായ ഓർഡറുകളൊന്നും നിങ്ങൾക്ക് ഇറക്കാൻ സാധിക്കില്ല. കാവൽ മാത്രം. ഈ 4-ാം തീയതി കഴിയുന്ന പുതിയ മന്ത്രിസഭ വരും, അവർക്ക് മാറിക്കൊടുക്കുന്ന വരെ ചുമ്മാ അതവിടെ ഇരിക്കാം. ഇപ്പം ഈ മന്ത്രി ഓഫീസുകളിൽ നിന്ന് എല്ലാവരും കൂടും കുടുക്കി എടുത്തിറങ്ങി. കാരണം പലരും ജയിക്കുകയില്ല. ഇനി അഥവാ പലരും ജയിച്ചാൽ തന്നെ ഭരണം കിട്ടണമെന്നില്ല, ഭരണം കിട്ടിയാൽ തന്നെ മന്ത്രിയാകണമെന്നില്ല. അതുകൊണ്ട് എല്ലാവരും വളരെ ദുഃഖത്തോടുകൂടി, വേദനയോടുകൂടി, വിഷമത്തോടുകൂടി എല്ലാവരും പടിയിറങ്ങി. ഉണ്ടാക്കുന്നിടത്തോളം സമ്പാദ്യം ഉണ്ടാക്കിയവർ മിടുക്കന്മാരായി ഇറങ്ങിപ്പോവും. അവരെല്ലാവരും ഇറങ്ങിപ്പോവാണ്. കാരണം ഇനി ഒരു തിരിച്ചുവരെ ഉണ്ടാവില്ല ശശിയെ എന്ന് പറഞ്ഞ് കേട്ടില്ല സിനിമയുടെ എന്ന് പറഞ്ഞ പോലെ അവർ അങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. ഈ ഇറങ്ങിപ്പോകുന്ന പോക്കിൽ ഇവർ ചെയ്തു കൂട്ടിയിട്ടുള്ള
ദുഷ്ടതകളും കള്ളത്തരങ്ങളും എല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടുക. അതെ, മാത്രമല്ല ഇനി അടുത്തൊരു UDF സർക്കാരാണ് വരുന്നതെങ്കിൽ അവർക്ക് ആർജവം ഉണ്ടെങ്കിൽ അവരെല്ലാം അന്വേഷിക്കണം. അതെ. അന്വേഷിക്കുമെന്ന് പറയാൻ പറ്റില്ല, കാരണം കോൺഗ്രസ്സുകാരാണ് അവർ പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്ത് കളയും എല്ലാ കാര്യങ്ങളിലും. കാരണം ഇവർക്ക് ഇടതുമുന്നണിക്ക് സ്തുതിപാടി നിന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ, IAS IPS ഉദ്യോഗസ്ഥന്മാർ, അഴിമതി കാണിച്ചവർ, ക്രമക്കേട് നടത്തിയവരും ഒക്കെ വലിയൊരു വിഭാഗമുണ്ട്. ശരിക്കും അതിന് കഴിഞ്ഞ 10 വർഷം ഈ തോന്നിയ ദിവസം കാണിച്ച ഇവിടുത്തെ പൂജപ്പര ജയിൽ പൊളിഞ്ഞാൽ പോലെ ഇറക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും ആളവിടെ ഉണ്ട്. പക്ഷേ ഈ കോൺഗ്രസ് ഭരിക്കുമ്പോൾ എപ്പോഴും സംഭവിക്കാറുള്ളൊരു ദുരന്തം, ഈ പറഞ്ഞ ഈ അഴിമതിക്കാരനും കള്ളനും കുഴപ്പക്കാരനും ഒക്കെ അവനവൻ്റെ സമുദായ നേതാവിനെ വിളിച്ചോണ്ട് ഇറങ്ങും. അതെ, ഈ സമുദായ നേതാവ് വിളിച്ചാൽ കോൺഗ്രസ്സുകാരനെ മുട്ടിടിക്കും. സത്യമാണ്. അതാണ് സംഭവിക്കാറുള്ളത്. ശരിക്കും ഇവരെ കുറേ എണ്ണത്തിന് പിടി ജയിലിലിടണം, അതാണ് ചെയ്യേണ്ടത്. അതാണ് വേണ്ടത്. ഇപ്പം ഈ കേസിൽ തന്നെ ഈ 5-7 പിള്ളേർ, 5 പിള്ളേർ, ഈ 5 പിള്ളേരെ നിരപരാധികളെ ജയിലിൽ അടച്ചതിന് തീർച്ചയായും വീണ ജോർജിനെതിരെ കേസ് രജിസ്റ്റർ. മാത്രമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഫലത്തിൽ ഇത് കലാപാഹ്വാനമാണ്. ഇവരെല്ലാത്തിനും കലാപാഹ്വാനത്തിന്റെ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ആ കുട്ടികളെ വധിക്കാനുള്ള ശ്രമം നടന്നില്ല, അവരുടെ വീടുകൾ ആക്രമിച്ചു. എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? കൊച്ചു കുഞ്ഞുങ്ങളെ, അതായത് അധികം പ്രായമൊന്നും ഇല്ലാത്ത ഈ കുട്ടികളെ CPM എന്ന് പറയുന്ന കാപാലിക ഗുണ്ടാസംഘത്തിന് മുന്നോട്ട് എറിഞ്ഞു കൊടുക്കുക ചെയ്തേ. നിങ്ങൾ ഇവനെ കാച്ചിക്കോ, നിങ്ങൾ ഇവനെ തല്ലിക്കോ, അല്ലെ കൊന്നോ. സ്ഥലം കണ്ണൂരുമാണ്, നമ്മൾ പ്രത്യേകം ഓർക്കണം. മറ്റേതെങ്കിലും സ്ഥലമാണെങ്കിൽ അതെ, ഇത് നിസ്സാര കാര്യമല്ല. ആ കുഞ്ഞുങ്ങളെയാണ് വധിക്കാൻ ശ്രമിച്ചത്. വധിക്കാനുള്ള ആഹ്വാനമാണ് മന്ത്രി അടക്കം ചെയ്തത്. മന്ത്രിയൊക്കെ അതിനിടയ്ക്ക് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു, വരട്ടെ ഞങ്ങൾ നോക്കാം, നിങ്ങൾ താങ്ങുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എന്താണ്? ഒരു ജനാധിപത്യ രാജ്യം, ആ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനം അല്ലേ? അതെ, ജനാധിപത്യമാണല്ലോ. നമ്മൾ അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്, അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി, നേതാക്കന്മാർക്ക് വേണ്ടി അല്ലല്ലോ. അല്ല, ഇവിടെ പിണറായി വിജയൻ ഭരിക്കുന്നു എന്ന് കരുതി ഇത് ആരും പിണറായി വിജയന് തീരെഴുതി കൊടുത്തിട്ടില്ല. പിണറായി വിജയന്റെ പാർട്ടിക്കാർക്ക് അഴിഞ്ഞാടാനുള്ള ഒരു രാജ്യമല്ല, ഒരു സംസ്ഥാനമല്ല കേരളം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം നീതിയും നിയമങ്ങളും എല്ലാം. നിങ്ങളുടെ പോലീസുകാരെ കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കള്ളക്കേസ് എടുപ്പിക്കാൻ സാധിച്ചേക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഗുണ്ടകളെ വിട്ട് കുറേ കുട്ടികളെ ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചേക്കും. പക്ഷേ ഇതൊന്നും ആത്യന്തികമായി നിലനിൽക്കില്ല. എന്തെങ്കിലും ഒരു ദിവസം വെളിവാക്കപ്പെടും. നമ്മൾ എന്ത് കള്ളത്തരം കാണിച്ചാലും ഒരു ഘട്ടം വഴി നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും. അത് കള്ളത്തരം എല്ലാം പുറത്ത് വരും. ഇതെല്ലാം പുറത്ത് വന്നല്ലോ. പിന്നെ ഏറ്റവും വലിയ വീരു പിണറായി വിജയൻ ചോദ്യങ്ങൾ നേരിടാൻ കഴിയാതെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ കൈരളി TV-കാരനെയും പിന്നെ ദേശാഭിമാനിക്കാരനെയും കൊണ്ട് 3 ചോദ്യം എഴുതി കൊടുത്ത് ചോദിപ്പിച്ചിട്ട് ഓടി രക്ഷപ്പെടുന്ന പിണറായി വിജയൻ കൊല്ലത്ത് വെച്ച് നടന്ന ആ സംഭവം ചങ്കൂറ്റുള്ള ആമ്പിള്ളേര് അങ്ങോട്ട് കയറി എതിർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ കാറ്റുപോയി അല്ലേ? അതെപ്പോഴും അങ്ങനെയാണ്. പ്രഖ്യാപനക്കാരെല്ലാം അങ്ങനെയാണ്. ഒരു കാര്യം ഇപ്പൊ ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. കാപട്യങ്ങൾ, കള്ളത്തരങ്ങളുടെ ഒരു വലിയ ഒരു കോട്ട കെട്ടി അതിനുള്ളിൽ പിണറായിയും കുറെ മന്ത്രിമാരും ചേർന്ന് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ദ്രോഹിച്ച് അവരെ ഇല്ലായ്മ ചെയ്ത് ഈ നാട് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു ദശാബ്ദം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. 10 വർഷമൊക്കെ തുടർച്ചയായിട്ട് ഭരിച്ച് ഇമാതിരി പരിപാടി കാണിക്കാന്ന് പറയുമ്പോൾ ഭരിച്ചിട്ട് എന്താണ് ഈ നാട്ടിൽ ആർക്കെങ്കിലും നീതിയുണ്ടോ? ഒന്നും കിട്ടുന്നില്ല. എന്തായാലും ഉളുക്കുമന്ത്രിയുടെ ആ ഒരു മൊഴി പുറത്തു വന്നതോടെ ഒന്നുകൂടി CPM സർക്കാരും നാണം കെട്ട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വീണ്ടും പൊളിഞ്ഞടങ്ങി. അവരെ വ്യാജ നെറേറ്റീവ് കൂടി ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ. നമ്മുടെ ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞിട്ട് അത് പതിവായിട്ട് പറയുന്നതാണ് പ്രേക്ഷകർ. അതേ ക്ഷമിക്കുക, പക്ഷേ ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ പറയുന്ന ഇതിന്റെ ഒരു തുടർച്ചയെന്നോണം പറയാം. കാരണം ഈ നശിച്ച ഭരണകൂടം ഇറങ്ങിപ്പോയിട്ട് ഒരു നല്ല ഭരണകൂടം നിലവിൽ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വോട്ട് ചെയ്ത ജനങ്ങളാണ് ഇവിടുത്തേത്. ഫലപ്രഖ്യാപനം കാത്തിരിക്കുകയാണ്. എങ്കിൽ പോലും ഈ പറയുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി കസേര തമ്മിൽ സംബന്ധിച്ച് ഡെവലപ്മെന്റ് ഹൈക്കമാൻഡും KPCC ഇടപെട്ടിട്ടുണ്ട്. അത് കർശനമായി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരസ്യ പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ ഗുസ്തിയൊക്കെ അവസാനിപ്പിച്ചോളാം, അല്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകും എന്നാണ് ഹൈക്കമാൻഡ് KPCC അറിയിക്കുന്നത്. മുഖ്യമന്ത്രി കണ്ടം വഴി ഓടിയെന്നാണ് കേട്ടത്. കാരണം ഒറ്റ ഒരെണ്ണം മിണ്ടിപ്പോയേക്കരുത്. KC വേണുഗോപാലാണെങ്കിലും VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും നിങ്ങളിങ്ങനെ സ്വയം പരിഹാസ്യരാകരുതെന്നാണ് അതിനകത്ത്. ലീഗ് അവരുടെ ഉന്നത യോഗം ചേർന്നിട്ടുണ്ട്. ലീഗ് ആവശ്യപ്പെട്ട് കാണുമായിരിക്കും ഈ നാണക്കെട്ട. അതെ, ലീഗ് ആവശ്യപ്പെട്ടിട്ടാണ് ഇന്നിപ്പോ ഇത്. ഈ ലീഗ് കോൺഗ്രസ് നേതൃത്വത്തെ AICC നേതൃത്വത്തോട് പരാതിപ്പെട്ടതിന് ശേഷമാണ് AICC നേതൃത്വം ഇടപെട്ട് മൊത്തം ആൾക്കാരും പരിപാടി നിർത്തിക്കൊള്ളാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ആണ് പാർട്ടി, നമ്മുടെ നേതാക്കന്മാരാണ്. AICC ഒന്നും അവർക്കൊരു അലൂമിനിയം പട്ടേൽ എന്ന് അഹമ്മദ് പട്ടേലിനെ വിളിച്ച ആൾക്കാരാണ് അല്ലേ? അതെ, അന്ന് സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ആയിരുന്നു, കേരളത്തിന്റെ ചുമതല ആളായിരുന്നു. അത് മുരളീധരനല്ലേ വിളിച്ചത്? അതെ, അലൂമിനിയം പട്ടേൽ എന്ന് വിളിച്ചാണ്. അതാണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ അച്ചടക്കം. അച്ചടക്കത്തിന്റെ കാര്യമൊന്നും പറയണ്ട. കോൺഗ്രസ് എന്തായാലും ഒരു കേഡർ പാർട്ടി ഒന്നും അല്ല. കോൺഗ്രസിന്റെ ആർക്കും എന്തും പറയാവുന്ന ഒരവസ്ഥയാണ്. അതിപ്പം
KC വേണുഗോപാൽ പറയണമെന്നില്ല. അദ്ദേഹം പറയും ഞാൻ അറിഞ്ഞില്ല, വേറെ ആരോ പറഞ്ഞു, ഞാനും ചെയ്യാൻ. നമ്മുടെ പല കോൺഗ്രസ് നേതാക്കന്മാർ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ അടുത്ത് പറയും, എന്തെങ്കിലും വൃത്തികൾ ആരെങ്കിലും കാണിച്ചാലും നേതൃത്വത്തിൽ പരാതി പറയും, ഓ ഇത് കോൺഗ്രസ് അല്ലേ, ഇതൊക്കെ മതി, ഇവിടെ ഇതിങ്ങനെയാണല്ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഏതായാലും ഇനിയെങ്കിലും അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഈ കഴുത്തുളക്കുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന ഈ നേതാക്കന്മാരെ ഓടിച്ചിട്ട് നിങ്ങളെ അവിടെ കസേരയിരുത്താൻ ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അവരെ കളിയാക്കുന്ന രീതിയിൽ ചെയ്യരുതെന്ന് മാത്രം നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്. അവർ തന്നെ വിരസതയുണ്ട് എന്നറിയാം, എങ്കിൽ പോലും അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഏതായാലും ഈ നമ്മളെ യുദ്ധത്തിന്റെ അപ്ഡേറ്റ് എന്താ ഉള്ളത്? ചർച്ച ഉണ്ടെന്നാണ്, പക്ഷേ ചർച്ചയ്ക്ക് ഒന്നും തുടങ്ങിയിട്ടില്ല. അവിടെ നിന്ന് അമേരിക്ക എന്നുള്ള ഉന്നത സംഘം എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ ഗ്യാസ് സിലിണ്ടറിനുള്ള ക്ഷാമം ഇപ്പോഴും തുടരുന്നുണ്ട്, വീണ്ടും പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇപ്പം നേരത്തെയൊക്കെ ബുക്ക് ചെയ്താൽ 2 ദിവസത്തിനുള്ളിൽ ഗാർഹിക വീട്ടിൽ കഴിഞ്ഞ ആഴ്ച എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ബുക്ക് ചെയ്ത് ഉടനെ കിട്ടിയിരുന്നു. അത് ഇപ്പോൾ ശരിക്കും വീണ്ടും അതിന്റെ ഒരു ചെറിയ ഇതിലേക്ക്, പക്ഷേ ഹോട്ടലുകളിലൊക്കെ നമ്മൾ സംസാരിച്ചപ്പം സിലിണ്ടർ കിട്ടുന്നുണ്ട്, വാണിജ്യ സിലിണ്ടർ കിട്ടുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. മറ്റേ ഇനിയിപ്പോൾ ഈ കപ്പൽ വരണ്ടേ? അതാണ് ഹോർമസ് കടലിൽ കൂടെ കപ്പൽ വരിക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല നമ്മൾ ശ്രീലങ്കയെ പോലെ രാജ്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്, പുണ്യപ്രവർത്തിയാണ്. കാരണം അവർ നമ്മുടെ അയൽ രാജ്യമാണ്, അവർക്ക് ദുരിതം വരുമ്പോൾ സഹായിക്കേണ്ടത് നമ്മുടെ ഒരു കടമ കൂടിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ആഴ്ചയിൽ ഈ ആഴ്ചയിൽ അവസാനത്തെ യുദ്ധമൊക്കെ സമാപിക്കുമ്പോൾ ഈ യുദ്ധത്തിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ്. ഇനി നാളെ യുദ്ധമൊക്കെ ഇല്ല, ഞായറാഴ്ചയാണ്. എങ്കിൽ ഈ ചർച്ചകളിൽ ഇപ്പോൾ ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകളിൽ അക്കാര്യത്തിൽ ഒരു നല്ല തീരുമാനം ഉണ്ടായെന്ന് ലോകത്തെല്ലാവർക്കും സമാധാനം ഉറപ്പുവരുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. നമസ്കാരം.